ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് മോദി ആവശ്യപ്പെട്ടത്. ബംഗ്ലാദേശിലെ താൽക്കാലിക ഭരണകൂടത്തിൻ്റെ തലവനായ മുഹമ്മദ് യൂനസിനോടാണ് ഒരു ഉച്ചകോടിക്കിടെ മോദി ഈ ആവശ്യം ഉന്നയിച്ചത്. ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കിയേ തീരൂ. ഒരു അർത്ഥത്തിൽ ഒരു മുന്നറിയിപ്പും താക്കീതും ഒക്കെയാണ് മോദി നൽകിയതെന്ന് പറയാം. എന്താണ് സാർ ഇതിൻ്റെ വിശദാംശങ്ങൾ? വിശദാംശം അത് മതിയല്ലോ, ഒരൊറ്റ വാക്ക് മതി. കാരണം മര്യാദയ്ക്ക് ഉറപ്പാക്കിക്കൂ, അല്ലെങ്കിൽ ഇന്ത്യ എന്താണെന്ന് നിങ്ങൾ കാണേണ്ടി വരും. ഇന്ത്യ വിചാരിച്ച് ഒരൊറ്റ ദിവസം കൊണ്ട് ബംഗ്ലാദേശിനെ പാഠം പഠിപ്പിക്കാൻ പറ്റും. തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. കാരണം പിന്നെ അത് വളർന്നു വന്നിട്ട് ചൈന ഇടപെടേണ്ടി വരും. അപ്പോൾ ആ തരത്തിലാക്കി വെച്ചിട്ടുണ്ട് മുഹമ്മദ് യൂനിസ്. മുഹമ്മദ് യൂനിസ് ഈയിടെ പറഞ്ഞ വലിയൊരു പ്രസ്താവനയുണ്ട്. അതായത് അതിർത്തിയിൽ ഞങ്ങൾക്കേ ഉള്ളൂ കടൽ, ഇന്ത്യക്ക് കടലില്ല, ഇന്ത്യയുടെ എല്ലാം കരകളാണ്. അതുകൊണ്ട് സമുദ്രം വഴി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഞങ്ങളുമായിട്ട്. അതിന് ശരിക്ക് കൊടുത്തു എസ് ജയശങ്കർക്ക്, വിദേശകാര്യമന്ത്രി. രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം തീരുമാനിക്കേണ്ടത് അതിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തിക മാനദണ്ഡങ്ങൾ ലാഭം വെച്ച് മാത്രമായിരിക്കരുത്. ബന്ധങ്ങളെന്ന് പറയുന്നത് ലാഭത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ലാഭത്തിന് വേണ്ടി ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നും മാനിക്കപ്പെടേണ്ടതാണ്. അതെ, ഇന്ത്യ ഈ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടല്ല. ഇന്ത്യക്ക് സാമ്പത്തിക നഷ്ടമേ ഉണ്ടാവും. ഇപ്പോൾ കോവിഡ് കാലത്ത് ഫ്രീ ആയിട്ട് വാക്സിൻ, അതുപോലെ തന്നെ ആഹാരം, വസ്ത്രം, ഇതെല്ലാം ധാരാളമായിട്ട് ഇന്ത്യ കയറ്റി അയക്കുന്നുണ്ട്. അതുപോലെ ബംഗ്ലാദേശിനും മാലിദ്വീപിനും അതുപോലെ ശ്രീലങ്കയ്ക്കും കപ്പലിൽ, കൊച്ചിയിൽ നിന്നാണ് പുറപ്പെട്ടത് കപ്പൽ. ആ കപ്പലിൽ വാക്സിൻ കയറ്റി അയച്ചിരുന്നു ഇന്ത്യ. കോവിഡ് വാക്സിൻ സൗജന്യമായിട്ടാണ് കൊടുത്തത്. അതിന് നന്ദി അറിയിച്ചു അദ്ദേഹത്തിന് മുമ്പ് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന. ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ഇത് പറഞ്ഞപ്പോൾ തിരിച്ച് മുഹമ്മദ് യൂനിസ് ആവശ്യപ്പെട്ടത് ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണം. അവരെ പ്രതിയാക്കി അവർ വെച്ചിരിക്കുകയാണ്. ഭരിച്ചു എന്നുള്ള ഒരു കുറ്റം മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നതായിട്ട് ലോകരാഷ്ട്രങ്ങൾക്ക് അറിയാവുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്തു, അതനുസരിച്ച് ഭരിച്ചു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് അവരെ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. യാതൊരു കമ്മിറ്റ്മെൻറ്റും നരേന്ദ്രമോദി നടത്തിയില്ല. കാരണം ചെയ്യേണ്ട കാര്യം, ഇന്ത്യയിലേക്ക് അഭയം തേടി വന്ന ആളെ തിരിച്ചയക്കാറില്ല. ദലൈലാമയെ അഭയം തേടി വന്നു, നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യ കൊടുത്തു, ഇന്ന് വരെ തിരിച്ചയച്ചിട്ടില്ല. ഒരു യുദ്ധം തന്നെ ഉണ്ടായതിൻ്റെ പേരിൽ തിരിച്ചയച്ചിട്ടില്ല. ചൈന ചോദിച്ചിട്ട് നമ്മൾ പറ്റില്ലെന്നാണ് പറഞ്ഞു. ഇനി 100 യുദ്ധങ്ങളുണ്ടായാലും നമ്മൾ തിരിച്ചയക്കും. നമ്മുടെ രീതി അതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ ഒരു അഭയാർത്ഥിയെ നമ്മൾ ഒരിക്കലും തിരിച്ച് ജീവൻ യാചിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ തസ്ലീമ നസറിൻ്റെ കാലത്ത് അത് സംഭവിച്ചു. ഇന്ത്യൻ പൗരത്വം ചോദിച്ചു. ബംഗ്ലാദേശിൽ പൗരത്വം കിട്ടാത്തതുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നതിനെ വിമർശിച്ച ലജ്ജ എന്ന നോവൽ എഴുതിയതിനാണ്. ബംഗ്ലാദേശിലെ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന മനോവികാരമുള്ള മുസ്ലിങ്ങൾ അവരെ അടിച്ച് അവിടെ നിന്ന് പുറത്താക്കി. അവരുടെ ജീവന് ഭീഷണി വന്ന് ഇന്ത്യയിൽ അഭയം തരണം, പൗരത്വം തരണമെന്ന് ആവശ്യപ്പെട്ടു. കൈകൂപ്പി കൊടുത്തില്ല ഇന്ത്യ. കോൺഗ്രസ് ആണെന്ന് ഭരിക്കുന്നത്. എന്നിട്ട് അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങൾ പറയാനായിട്ടും ഹൈദരാബാദിൽ പ്രസ് ക്ലബ്ബിൽ, ബംഗ്ലാദേശുകാരെയാണ് ഇവരെ, ഒരു പത്രസമ്മേളനം നടത്താൻ വേണ്ടി പോയപ്പോൾ അവിടെ വെച്ച് ഹൈദരാബാദിലെ കൊടി കെട്ടിയ മുസ്ലിങ്ങൾ, സമ്പന്നവർഗം, സവർണവർഗം അവരല്ലേ, വന്ന് അവരെ, ആ സ്ത്രീയെ മർദ്ദിച്ചു. സ്ത്രീകളുടെ ബഹുമാനം നോക്കിക്കണം. സ്ത്രീകളെ എത്ര കേരളത്തിലെ ഒരു പത്രത്തിനും അതൊരു വലിയ വാർത്തയൊന്നും ആയില്ല. അവർ പൗരത്വം അവരുടെ പുസ്തകം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു. പൗരത്വം കിട്ടാതെ അവർ വേറെ ഏതോ രാജ്യത്തിലേക്ക് പോയി ജീവനും കൊണ്ട്. സൽമാൻ റുഷ്ദി അങ്ങനെയായിരുന്നു. സാത്താനിക് വേഴ്സസ് ഇന്ത്യ നിരോധിച്ചു. അപ്പം നെഹ്റുവിൻ്റെ കാലത്തെ ആ മര്യാദയും ധൈര്യവും നമ്മളിപ്പോൾ കാണിക്കുന്നത് എന്തിനു വേണ്ടി? പ്രീണനത്തിന് വേണ്ടി. എന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് യൂനിസ് അവിടുത്തെ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമാവൽക്കരണം, ലോക ഇസ്ലാമാവൽക്കരണം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ പ്രീണനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഹിന്ദു ക്ഷേത്രങ്ങളെ, ബുദ്ധമത ക്ഷേത്രങ്ങളെ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ക്ഷേത്രങ്ങളെയൊക്കെ ആക്രമിക്കുക എന്നുള്ള പതിവ്. മനസ്സിലായോ? അതേസമയം ഇവിടെ ആക്രമണം ഉണ്ടായ ആർക്കും പരിക്കും പറ്റിയില്ല. ജബൽപൂരിലെ
ആദിവാസികളെ കുറേ പേരെ അവിടെ കൊണ്ടുവന്ന് പള്ളിയിൽ സന്ദർശനത്തെ ടൂറാണെന്ന് അവർ പറയുന്നത്. സന്ദർശിക്കുന്നത് പള്ളികൾ മാത്രമാണ്. ഇന്ത്യയിൽ തന്നെ നടക്കുന്ന സംഭവമാണ്. പള്ളികൾ മാത്രം സന്ദർശിക്കുന്നത് ടൂർ വന്നതാണ് ഞങ്ങളെന്ന് അവിടെ. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടൊരു സംശയം വരും. ഈ അതിർത്തികളിൽ ധാരാളമായിട്ടുള്ള ആൾക്കാർ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. കാത്തലിക്സിലേക്കല്ല, ഈ പെന്തക്കോസ്തൻ്റെ പല അവാന്തര വിഭാഗങ്ങളും തീവ്രവാദികളെക്കാൾ വളരെ മോശമായിട്ടുള്ള പശ്ചാത്തലമുള്ളവരാണ് പലരും. അങ്ങനെയൊക്കെ ഉള്ളവരെ മതം മാറ്റിയതിൻ്റെ ഫലമായിട്ടാണ് മണിപ്പൂരിൽ കലാപം ഉണ്ടായത്. അതിൻ്റെ പേരിലാണ് കേന്ദ്ര മന്ത്രിസഭയും നരേന്ദ്രമോദിയും പഴികെട്ടത്. അപ്പോൾ അതിനേപോലൊരു അനുഭവം വരാതിരിക്കാൻ ജാഗ്രതയുള്ളവർ അവരെ ചോദ്യം ചെയ്തിരിക്കുക. അതുമാത്രമാണ് സംഭവിച്ചത്. ഇത് കാത്തലിക്കുകാരാണെങ്കിൽ കുഴപ്പമില്ല, അവർ ഇന്ത്യയുടെ ഐക്യത്തിനും ആ സൗഹാർദ്ദത്തിനും വേണ്ടി നിലകൊള്ളുന്നവരാണ്. അത്തരം സഭകളൊന്നും പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞിട്ട് മതപരിവർത്തനം നടത്തിയ വിദേശത്തു നിന്ന് പണം, ആ ഫോട്ടോ ആണ് ഞങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊടുക്കാൻ പണം വാങ്ങിക്കലാണ്. അതെ, ഈ കാത്തോലിക് സഭ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ അവർക്ക് ധാരാളമായിട്ട് പണമുണ്ട്, സമ്പാദ്യമുണ്ട്. അങ്ങനെ ചെയ്യില്ല. അപ്പോൾ തെറ്റിദ്ധാരണയുടെ പേരിൽ വന്ന ഒരു കലഹം മാത്രമേ ഉള്ളൂ അവിടെ. ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് കലഹം നടക്കാത്ത ഇതുപോലെ? അത് വലിയ വാർത്തയായിട്ട് ഇന്ന് മലയാളം എഡിറ്റോറിയൽ എഴുതി വെച്ചിരിക്കും. എന്തൊരു ക്രിസ്ത്യൻ സ്നേഹം! ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും രക്ഷാ കവചമായിട്ടുള്ള മുങ്ങിപ്പോകുന്ന വെള്ളത്തിൽ നിന്ന് അവർക്ക് ഒരു രക്ഷാ നാളമായി തീർന്ന വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ച് അവർ ഇന്നുവരെ എഡിറ്റോറിയൽ എഴുതി. 600ഓളം കുടുംബങ്ങളോടുള്ള ഒരു ക്രിസ്തുമത, അതെ, ക്രിസ്തുമത താല്പര്യം സംരക്ഷിക്കുന്ന പത്രം ആയിട്ടുള്ള മനോരമയുടെ വായനക്കാരിൽ 55% ഹിന്ദുക്കളാണെന്നറിയാം. 45% ഉള്ളൂ ക്രിസ്ത്യാനികൾ. എന്നിട്ട് ജബൽപൂരിലെ പള്ളിയിൽ നടന്ന ആക്രമണത്തെക്കുറിച്ചാണ് അവരുടെ വിഷാദം മുഴുവൻ. വഖഫിനെ കുറിച്ച് ഒരക്ഷരം അവർ പറഞ്ഞിട്ടില്ല. എന്തൊരു സ്നേഹമെന്നറിയാം. വാസ്തവം പറഞ്ഞാൽ അവരാണ് ഈ ഓർത്തഡോക്സ് സഭയെ സഹായിച്ച് ഓർത്തഡോക്സ് സഭ കേസുകളെല്ലാം ജയിച്ച് യാക്കോബായക്കാർക്ക് പല പള്ളികളിലും പ്രവേശനം പോലും ഇല്ലാത്തത്. എന്നിട്ട് യാക്കോബ സഭയുടെ മതമേലധ്യക്ഷൻ ഈയിടെ സ്ഥാനാരോഹണം നടത്തിയ ലെബനനുണ്ടല്ലോ, ലെബനനിലെ കാര്യം മനോരമയ്ക്ക് അറിയാതെ വരില്ല. അതെ, ലെബനനിൽ 50% ക്രിസ്ത്യാനികളും 50% മുസ്ലിങ്ങളുമായിരുന്നു. ഇന്നിപ്പം 3% പോലും ഇല്ല ക്രിസ്ത്യാനികളുടെ എണ്ണം. ബാക്കി 97% മുസ്ലിങ്ങളാണ്. പേടിച്ചായിരിക്കണം സ്ഥാനാരോഹണം നടന്നത് അവിടെ ലെബനനിൽ. കാരണം ഹെസ്ബുള്ളയുടെ കേന്ദ്രമാണ്. ഒരു ഭീകര സംഘടനയുടെ കയ്യിലാണ് ലെബനൻ നിന്ന്. അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിനെ എതിർക്കാൻ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ, ചങ്കൂറ്റമുള്ള ഇസ്രായേൽ. സാറേ, ഇവിടെ ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി പറയുമ്പോൾ യൂനസിന് ഇത് അനുസരിക്കാതെ നിർവാഹമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ബംഗ്ലാദേശിലെ വിഷയങ്ങൾ എന്തായാലും ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്നുള്ള ആവശ്യം മോദിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം യൂനസിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചോദിച്ചു. പക്ഷേ ഈ ബംഗ്ലാദേശുമായുള്ള നമ്മുടെ ഈ ബന്ധം, അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ മറ്റു പ്രശ്നങ്ങൾ ഒക്കെ ഇനി എങ്ങനെയായിരിക്കും? അതിനെന്ത് പരിസമാപ്തിയാണ് ഉണ്ടാകുക? പരിസമാപ്തി എന്താ ഉണ്ടാവുന്നത്? ഇപ്പോൾ ട്രംപാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഇവനി അവിടെ ഒരു ഒറ്റ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളി തകർക്കപ്പെട്ടാൽ ഉത്തരം പറയേണ്ടി വെറുതെ ഇരിക്കുകയില്ല ഇന്ത്യ. ഇതും കണ്ടുകൊണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ പോലെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. മുമ്പ് ട്രംപ് തന്നെ പറഞ്ഞല്ലോ, മോദിക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, ബംഗ്ലാദേശിൽ ധൈര്യമായിട്ട് ഇടപെട്ടോളൂ, ഞങ്ങൾ പുറകെ ഉണ്ട്, പിന്തുണയുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ 97% വേലിയായിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക്. കുറച്ച് സ്ഥലം കൂടിയേ ബാക്കി. 3% സ്ഥലം ബംഗാളിൻ്റെയാണ്. മമതാ ബാനർജി സ്ഥലം വിട്ടുകൊടുക്കുന്നില്ല. കാരണം അവർക്കൊരാവശ്യമാണ് ബംഗാളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് കറവപ്പശുവായിട്ട് കള്ളവോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അവർക്ക് അവിടുന്ന് തന്നെ റേഷൻ കാർഡും ഒക്കെ ഇഷ്യൂ ചെയ്യും, അവർക്ക് ആധാർ കാർഡ് ഇഷ്യൂ ചെയ്യും, അതിൻ്റെ പേരിൽ അവർക്ക് വോട്ടർമാരാക്കി തീർക്കുകയും ചെയ്യുന്ന കപട മതേതരത്വമാണ് അവർ പിന്തുടരുന്നത്. ഇപ്പം തന്നെ തെളിഞ്ഞല്ലോ, ഹൈക്കോടതിയും ശരിവെച്ചല്ലോ. 50,000 അധ്യാപകരെ കൈക്കൂലി കൊടുത്താണ് അവിടെ ജോലിക്ക് കയറ്റിയത്. സുപ്രീം കോടതി നല്ല കൊട്ടാണ്. അതെ, മമതാ ബാനർജിയുടെ പരിശുദ്ധിയും അവരുടെ മതേതരത്വവും എല്ലാം ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.